ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ പേര് രാധിക എന്നാണ്. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, പിന്നെ ഒരു ചെറിയ തക്കാളി. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് സവാള, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ഇത് മൂന്നും കൂടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വെന്തതിന് ശേഷം ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് അരപ്പ് ചേർക്കാനായിട്ട് തേങ്ങയിലേക്ക് ഒരു പിഞ്ച് പെരുംജീരകം, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട. അത് കൂടുതലാവാൻ പാടില്ല, കൂടുതലായ ഒരു ടേസ്റ്റ് മാറും. അപ്പം നമ്മൾ ആവശ്യത്തിന് നിങ്ങൾ എത്ര കറിയാണ് ഉണ്ടാക്കുന്നതിന് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി. അതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി നോക്കുക. എന്നിട്ട് നമ്മൾ ഒരു അല്പം കുരുമുളക് പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ മസാല അതിന് മുകളിലൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ആവശ്യമുള്ളവർ ചെയ്താൽ മതി, ഒരു ടേസ്റ്റ് കിട്ടും അങ്ങനെ ചെയ്താൽ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടെ ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാത്തരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നമുക്കിത് സ്യൂട്ടാവുന്ന ഒരു തരം കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടാനാണ് ചാൻസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം.